ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ മാസം മിഥുനക്കൂറിൽ വരുന്ന മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂൺ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. മെയ് മാസത്തിൽ 3 പ്രധാന ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം വന്നിട്ടുണ്ട്. വ്യാഴത്തിന് രാശിമാറ്റം വന്നു. അത് നിങ്ങളുടെ 12-ാം ഭാവത്തിലായിരുന്നു. 12-ാം ഭാവത്തിൽ നിന്ന് 1-ാം ഭാവത്തിലേക്കാണ് രാശി മാറിയത്. രാഹു കേതുക്കൾക്ക് രാശി മാറി. രാഹു 9-ാം ഭാവത്തിലും കേതു 3-ാം ഭാവത്തിലേക്കും വന്നു. ജൂൺ മാസത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. കണ്ടകശനി ഈ കാലമാണ്. 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. തൊഴിൽ സംബന്ധമായിട്ട് അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട സമയമാണ്. 10-ലൊക്കെ ശനി നിൽക്കുന്നതിനാൽ കർമ്മപരമായ അലസതയൊക്കെ ഉണ്ടായേക്കാം. തൊഴിൽ ഒക്കെ ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിലൊക്കെ തീർക്കുന്നതിനും ഒക്കെ മടി ഉണ്ടാകുന്ന സമയമാണ്. മടിയൊക്കെ ഒഴിവാക്കി ഊർജ്ജസ്വലതയോടെയൊക്കെ വർക്ക് ചെയ്താൽ ശനി നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മാറിയാലോ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനം മാറിയാലോ എന്ന ചിന്തയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഈ സമയത്തുണ്ടാകുന്നതാണ്. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ഭാവിയിലൊക്കെ വിനയായേക്കാം. എടുത്തു ചാടിയൊക്കെ മറ്റൊരു തൊഴിലിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലിക്കൊക്കെ ചേർന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ സ്വാതന്ത്ര്യമോ ഒന്നും നിങ്ങൾക്ക് പുതിയ ജോലിയിൽ ലഭിക്കണം എന്നില്ല. അതുപോലെ ചുറ്റുപാടുകളെ, ജോലിയുടെ സ്വഭാവങ്ങളെ, ആനുകൂല്യങ്ങളെ, അതുപോലെ ജോലിയുടെ ശമ്പളം എന്നിവയൊക്കെ മികച്ചതാണെന്ന് ഉറപ്പു വന്നാൽ മാത്രം ജോലി മാറ്റത്തെ പറ്റിയൊക്കെ ചിന്തിക്കുക. തൊഴിൽ സ്ഥലത്തോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാത്തിടത്തോളം കാലം യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടാൻ നിൽക്കരുത്. തൊഴിൽ സ്ഥലത്തോ തൊഴിൽ സ്ഥലത്തെ പറ്റിയോ മറ്റുള്ളവരോട് അനാവശ്യ ചർച്ചകളിലൊക്കെ ഏർപ്പെടാനും നിൽക്കരുത്. അവനവൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ കഠിനാധ്വാനമൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ജോലിയിൽ പല വഴിക്കും നിങ്ങൾക്ക് പ്രഷറൊക്കെ വർദ്ധിക്കുന്നതുമാണ്. തൊഴിൽ ദാതാവോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറ്, ജോലിയിൽ കഠിനാധ്വാനങ്ങളോ ഒക്കെ നിങ്ങൾക്കുണ്ടായാലും അത് അനുസരിക്കുക. ഭാവിയിലത് നിങ്ങൾക്ക് പ്രയോജനകരമായൊക്കെ തീരുന്നതുമാണ്. അതുപോലെ ജോലി സ്ഥലത്തെ വാദപ്രതിവാദങ്ങളും കലഹങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. പുരോഗതിയും സമൃദ്ധിയുമൊന്നും ആഗ്രഹിക്കാതെ നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ നിലവിൽ ജോലി നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതിന് അല്പം കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയവുമാണ്. ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങളൊക്കെ ഈ മാസം നടത്തുന്നത് അത്രയൊരു ഗുണകരമായിരിക്കില്ല. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി പലവിധ മാർഗങ്ങളൊക്കെ ഈ സമയത്ത് അവലംബിക്കേണ്ടി വരികയും അതൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ജൂൺ 6-ാം തീയതിക്കൊക്കെ ശേഷം ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതുമാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിലൂടെയും മറ്റും വരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായതിനാൽ
സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ അപകട സാധ്യതകളുള്ള നിക്ഷേപങ്ങളിലൊക്കെ കൊണ്ടുപോയി പൈസ നിക്ഷേപിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ പഠനത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള കോഴ്സുകൾക്കൊക്കെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ സമയത്തൊക്കെ കോമ്പറ്റീഷൻ എക്സാമോ ഒക്കെ നടക്കുന്നവരാണെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ തന്നെ പെർഫോം ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അവർക്കൊക്കെ ധാരാളം അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ദേഷ്യം ഒക്കെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ ആർഗ്യുമെൻറ്റുകളൊക്കെ ഒഴിവാക്കി നിർത്തുക. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈഗോ ഒഴിവാക്കേണ്ടതാണ്. പങ്കാളിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും കാര്യങ്ങളൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞ് പരസ്പര വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ എപ്പോഴും ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തേക്ക് ഒരു പുതിയ കുട്ടിയൊക്കെ കൂടി ആസൂത്രണം ചെയ്യുന്നതിനും പറ്റിയ ഒരു സമയമാണ്. മതപരമായ പഠനങ്ങൾക്കും അതുപോലെ ദാനധർമ്മങ്ങൾക്കും ഒക്കെ പറ്റിയ സമയമാണ് ജൂൺ മാസം. അതുപോലെ കുടുംബത്തെ എന്തെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി ലവ് റിലേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലവ് റിലേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫ്രണ്ടും ഒക്കെ ഒന്നിച്ച് ഉല്ലാസകരമായ യാത്രകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ഈ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. സാഹസികമായ ജോലിയൊക്കെ ചെയ്യുന്നവരും അതുപോലെ അപകടകരമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ യാത്രകളിലും ശ്രദ്ധ ആവശ്യമാണ്. ജൂൺ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കാൻ ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ നീരാഞ്ജനം വഴിപാടോ അല്ലെങ്കിൽ എള്ളുതിരി വഴിപാടോ കഴിക്കുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ ജൂൺ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. അതുപോലെ മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥന് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.